കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, നിന്റെ ഹൃദയം മുഴുവനായി അവിടുത്തേക്ക് കൊടുക്കുകയും വേണം. യേശു നിന്നിൽ കുഴിച്ചിട്ടുള്ള ബൃഹത്തായ ശൂന്യത നിറയ്ക്കാൻ സൃഷ്ടവസ്തുക്കൾക്ക് കഴിവില്ല. അവ അത്രയ്ക്ക് ചെറിയവയാണ്. നിന്റെ ആത്മാവിൽ അവയ്ക്ക് നീ സ്ഥാനം കൊടുക്കരുത്. കൊച്ചു ത്രേസ്യ പുണ്യവതി മരീഗൊരിന് എഴുതുന്നതാണ് ഈ വാക്കുകൾ. അവളെന്തോ മാനസിക സംഘർഷത്തിലായിരിക്കുമ്പോൾ, എന്തൊക്കെയോ അവളിൽ നിന്ന് യേശുവിനെ അകറ്റി നിർത്തുമ്പോൾ, അവൾ സഹോദരിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്, ഈശോ തന്നെ നിൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചിരിക്കണം. നീ സൃഷ്ടവസ്തുക്കൾക്ക് എത്രമാത്രം സ്ഥാനം കൊടുത്താലും അവയ്ക്കൊന്നും നിന്നിലൊരു ശാന്തത, നിൻ്റെ ശൂന്യത നിറയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. സാധിക്കുന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. നല്ലവളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുറാണി, ജീവിതത്തിൽ യേശു അല്ലാതെ ഒന്നിനും വിലയില്ല എന്ന് നീ സൂചിപ്പിക്കുകയാണല്ലോ. ജീവിതത്തിൽ എത്ര ശൂന്യത അനുഭവപ്പെട്ടാലും ഒരു സൃഷ്ടവസ്തുക്കൾക്കും അത് നികത്താനായിട്ട് സാധിക്കുകയില്ല. യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിലും നിറയുവാനായിട്ട് നീ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ